അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു പ്രത്യേക സ്ഥലത്തേക്കുള്ളതാണ്. ശരിക്കും നമ്മൾ പെരിയാർന്ന് കേട്ടിട്ടുണ്ടോ? പെരിയാർന്ന് കേൾക്കാത്തവരാരും തന്നെ ഉണ്ടാവില്ല. കാരണം നമ്മുടെ കേരളത്തിലെ നദികളിൽ ഒന്നാം സ്ഥാനത്ത്, നീളം കൊണ്ടും വലിപ്പം കൊണ്ടും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നദിയാണ് പെരിയാർ. ആ പെരിയാറിലെ ചില അതിമനോഹരമായ കാഴ്ചകളിലൂടെയാണ് ഇന്ന് നമ്മുടെ വീഡിയോ പോകുന്നത്. കാലത്ത് തന്നെ ഞാൻ ഏകദേശം 11 മണിയോടുകൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കോട്ടപ്പടി വഴി നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. കൊമ്പനാട് ക്രാരിയേലി വഴി പാണിയേലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പെരിയാറിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ, പാണിയേലി പോര് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ആ റൈറ്റ് സൈഡിൽ കുറേ റംബൂട്ടാൻ കൃഷി കാണുന്നുണ്ട്. അതേപോലെ തന്നെ പൈനാപ്പിൾ കൃഷിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് റംബൂട്ടാൻ വച്ചിരിക്കുന്ന കൃഷിയുണ്ട്. മിക്കവാറും എന്നിരുന്നാലും രണ്ട് സൈഡിലും വളരെയധികം കൃഷി നമ്മൾ കാണുന്നത് മുഴുവൻ റബ്ബറിൻ്റെ കൃഷിയാണ്. അതേപോലെ ഞാൻ ഈ കടന്നു പറ്റുന്ന ഭാഗത്തും ഒരുപാട് നേരത്തെ നെൽകൃഷി ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ വെറുതെ ഇട്ടേക്കുന്ന ആ ഒരു വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടതായി. നമ്മൾ ഈ കടന്നു പോകുന്ന ഇടത് വശത്തൊക്കെ നെൽകൃഷി ഉണ്ടായിരുന്നതായിരിക്കണം ഒരു പക്ഷേ. ഇപ്പോൾ ഒരു പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മിക്കവാറും ആളെ കിട്ടാനില്ല എന്ന് തന്നെ ആണ് കാരണം. നെൽകൃഷി ഇല്ലാത്ത, അതായത് പണ്ട് പാടങ്ങളായിരുന്ന ഒരു സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഇപ്പം നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കാരണം നമ്മൾ, എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ജനിച്ച് വളർന്ന കാലം മുതൽ ഈ നെൽകൃഷിയുടെ കാര്യങ്ങളുമൊക്കെ കണ്ട് വളർന്ന് പഠിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നെൽകൃഷി പാടങ്ങൾ ഇങ്ങനെ ചുമ്മാ കിടക്കുന്നതും അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും കൃഷി ഒക്കെ ചെയ്യുന്നത് കാണുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം. എന്തായാലും ഇത് നാളെയെങ്കിലും അല്ലെങ്കിൽ വരും ഭാവിയിലെങ്കിലും അവിടെയൊക്കെ വീണ്ടും നെൽമണികൾ വിളയട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. രണ്ട് സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ, പണിയലിയിലേക്ക് നമ്മൾ ചെന്നുകൊണ്ടിരിക്കുകയാണ്. അതാ രണ്ട് സൈഡിലും റബ്ബറാണ്, വേറെ ഒരു കൃഷിയില്ല എന്നുള്ള. പ്രത്യേകിച്ചും ഈ ഒരു കുറച്ച് ഹൈ റേഞ്ച് എന്ന് പറയാവുന്ന, ഹൈ റേഞ്ച് എന്ന് പറയാനില്ല, അതായത് സ്വല്പം ഉൾനാടൊക്കെ ആയതുകൊണ്ട് തന്നെ റബ്ബറിൻ്റെ കാഴ്ചകളാണ് അധികവും രണ്ട് സൈഡിലും. അതേ കുറേ പേര് റബ്ബർ വെട്ടി ഇറങ്ങിപ്പോയ സ്ഥലത്ത് പൈനാപ്പിൾ നട്ടിട്ടുണ്ട്. അല്ലാത്തവർ കുറച്ച് നേരം റബ്ബർ വെട്ടിയിട്ട് റംബൂട്ടാൻ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് പാണിയിലേക്കുള്ള ആ ഒരു വഴിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. മുമ്പിലായിട്ടൊരു ബസ് പോകുന്നുണ്ട്. ടൂറിസ്റ്റ് ബസ്സൊക്കെ ഇങ്ങോട്ട് കയറി വന്നെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ കുറേ നാൾ പാണിയേലി വഴിക്ക് ഞാൻ ബസ്സൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നതാണ്. ഈ വഴിക്കൊക്കെ ഇഷ്ടം പോലെ ബസ് കൊണ്ട് നമ്മൾ വന്നിട്ടുണ്ടെന്നുള്ള. പക്ഷേ അന്നേരമൊക്കെ ആ ഒരു ബസ് മാത്രമേ ആ സമയത്ത് ഉണ്ടാവുള്ളൂ. ഞാൻ പാണിയേലി പോരേണ്ട കാഴ്ചകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെയൊക്കെ നിറച്ച് വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ പാണിയേലി പോരിലേക്ക് ഏകദേശം ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററോളം നമ്മൾ വനത്തിലൂടെ നടക്കേണ്ടതായിട്ടുണ്ട്. ഇത് ആ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളും ഒക്കെയാണ്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 200 മീറ്റർ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കണ്ടുവേണം. ഇവിടെ വച്ചിരിക്കുന്ന ബോർഡിൽ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം. അതുപോലെ പ്ലാസ്റ്റിക് ഉപയോഗം പാടില്ല, മദ്യപാനം പാടില്ല, അങ്ങനെ കുറേ വനംവകുപ്പിൻ്റെ ആയിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഞാനിപ്പോൾ ഈ വരുന്ന വഴിക്ക് തന്നെ ഇപ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെയാണ്. ഇത് പാർക്കിംഗ് പ്ലേസാണ്. അതായത് ആ വനത്തിൻ്റെ അടിക്കാടുകൾ വെട്ടിത്തെളിച്ചാണ് പാർക്കിംഗ് സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. അതായത് വനത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രത്യേക സെറ്റപ്പിലാണ് നമ്മൾ ഇവിടെ പാർക്കിംഗ് ഒരുക്കിയിരിക്കുന്നത്. നല്ല തിരക്കുള്ള ദിവസമാണ്, ഞായറാഴ്ചയാണ്. ഞാൻ പ്രത്യേകം പറഞ്ഞത് ശനി ഞായർ ദിവസങ്ങളിൽ. അതേപോലെ മെയ് മാസത്തിൻ്റെ അവസാനത്തിലേക്ക് ഇന്ന് 3ാമത്തെ ഞായറാഴ്ചയാണ്. മെയ് മാസത്തിലെ 5 ഞായറാഴ്ച കൊണ്ട് ഞാൻ അടുത്ത 2 ഞായറാഴ്ചകൾ വരുമ്പോഴത്തേക്കും അടുത്ത ഒരു ഞായറാഴ്ചയേ ഉള്ളൂ. അത് കഴിഞ്ഞുള്ള ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ 1-ാം തീയതി ആവും. അതുകൊണ്ട് തന്നെ ശനി ഞായറും ദിവസങ്ങളിൽ, ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ വൻ തിരക്കായിരിക്കും ഒരു പക്ഷേ ഇവിടെ അനുഭവപ്പെടുന്നത്. ഒരു കുറച്ച് ദൂരം കൂടെ ഫ്രണ്ടിലേക്ക് പോയാൽ നമുക്ക് ഇവിടുത്തെ ഒരു ഓഫീസിൻ്റെ മുമ്പിലേക്ക് എത്താം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാൻ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മരത്തിൻ്റെ നടുക്കിൽ കുറേ ആക്കേഷ്യ മരങ്ങളും യൂക്കാലിപ്റ്റസ് മരങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ഈ വരുന്ന വഴിക്കും കുറേ യൂക്കാലി മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇത് ഓഫീസിൻ്റെ മുമ്പിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങോട്ട് ചെന്ന് കാര്യം വീടിന് തൊട്ടടുത്തുള്ള, വീടിന് 20 കിലോമീറ്റർ താഴെ മാത്രം ഉള്ള ഒരു സ്ഥലത്താണ്. പക്ഷേ ഞാനൊരിക്കലും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ചെല്ലുമ്പോഴത്തേക്കും ഈ മാതിരിയുള്ള തിരക്കാണ്. അവിടെ ടിക്കറ്റ് എടുക്കാനുള്ള തിരക്ക് അങ്ങനെ ഒരു ഭാഗത്ത് നടക്കുന്നു. അങ്ങനെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് വായിച്ച് നോക്കിയപ്പോൾ അതിൽ കാറിന് 2 വീലറാണെങ്കിൽ 10 രൂപ,
ഓട്ടോറിക്ഷ ആണെങ്കിൽ 20 രൂപ, കാറാണെങ്കിൽ 30 രൂപ, ടെമ്പോ ട്രാവലർ ആണെങ്കിൽ 50 രൂപ, ബസ്സിന് 100 രൂപ, ഒരാൾക്ക് 50 രൂപയാണ്, കുട്ടികൾക്ക് 20 രൂപയോ മറ്റേ ആണെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ ഫോറിനേഴ്സിനാണെങ്കിൽ അവർക്ക് കുറച്ച് ചാർജ് കൂടുതലുണ്ട്. അതുപോലെ വീഡിയോ എടുക്കുന്നതിന് 500 രൂപ, ഫോട്ടോ എടുക്കുന്നതിന് 500 രൂപ, വിദേശികൾക്കാണെങ്കിൽ 200 രൂപയാണ് ചാർജ്, സ്റ്റിൽ ക്യാമറയ്ക്ക് 100 രൂപയാണ് ചാർജ്, കുട്ടികൾക്ക് 10 രൂപയുള്ളൂ. അപ്പോൾ ഇവിടെയാണ്. ഇവിടെ നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സ്വൈപ്പ് ചെയ്യാൻ കാർഡ് ഉണ്ടാവണം. പാണിയേലി പോരിലേക്ക് സ്വാഗതം എന്നൊക്കെ ഇവിടെ വലിയ ആർച്ചൊക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് പതുക്കെ അകത്തേക്ക് നടക്കുകയാണ്. അവിടുത്തെ ടിക്കറ്റ് എടുക്കുമ്പോൾ പ്രത്യേകത പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ. നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഫോണിൽ അവിടെ റേഞ്ച് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇത്രയും ഇടതങ്ങിയ വനപ്രദേശം ആയതുകൊണ്ട് ഫോണിൽ റേഞ്ച് ഉണ്ടാവില്ല. നിങ്ങൾ പേടിക്കേണ്ട, അവർ വൈഫൈ പാസ്വേഡ് പറഞ്ഞു തരും. നമുക്ക് പേ ചെയ്ത് കഴിഞ്ഞ് വൈഫൈ അപ്പം തന്നെ ഓഫ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം 3-4 മെഷീൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അസംഖ്യം ഫോണുകൾ ഒരേ സമയത്ത് പേയ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈഫൈ നമ്മൾ പെട്ടെന്ന് ഓഫ് ചെയ്ത് കൊടുത്തു. അതാ ഒരുപാട് സന്ദർശകർക്കുള്ള നിർദ്ദേശങ്ങൾ വനംവകുപ്പിൻ്റെ വീണ്ടും ഈ പോകുന്ന വഴിക്ക് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ 100% പാലിക്കണം. ഞാനിപ്പോൾ ഇവിടെ വന്ന് കണ്ടതുവരെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ്, വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ച് പോരുന്ന ഒരു വനപ്രദേശമായിട്ട് തന്നെ. അതായത് വനത്തിലെ ഒരു പ്രത്യേകിച്ച് നമുക്ക് ചില സ്ഥലത്തൊക്കെ കാണുമ്പോൾ അറിയാം, വളരെ മോശമായിട്ടുള്ള രീതിയിൽ കിടക്കുന്ന കാഴ്ചകൾ ചുരുക്കം ചില സ്ഥലത്തെങ്കിലും നമുക്ക് കാണാറുണ്ടായിരുന്നു. പക്ഷേ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. നല്ല വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ബോർഡുകൾ ഞാൻ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും വീണ്ടും ഇത്തരത്തിലുള്ള ബോർഡുകളൊക്കെ ഇഷ്ടം പോലെ വച്ചിട്ടുണ്ടെന്നുള്ള ഇവിടുത്തെ നമുക്ക് അതേപോലെ തന്നെ ഇത് എല്ലാം ഈ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പരിപാലിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. കാരണം ഇത് വനപ്രദേശമാണ്. അതേപോലെ തന്നെ ആന ഇറങ്ങുന്ന സ്ഥലം കൂടെയാണ്. ഇഷ്ടംപോലെ ആനകളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അതേപോലെ മറ്റ് മൃഗാദികളും ഒരു പക്ഷേ ഉണ്ടായേക്കാം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും നമുക്ക് ലൈവായിട്ട് ചില സമയത്ത് നമ്മുടെ മുമ്പിൽ പെട്ടു എന്ന് വരാം. പക്ഷേ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ എല്ലാം പറഞ്ഞ് അവർ എവിടെയെങ്കിലും പറഞ്ഞു നിൽക്കുകയായിരിക്കും. ഈ ഒച്ചയും ബഹളവും ഒക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ഒരു സ്വൈര്യ വിഹാരത്തിന് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് മാറിപ്പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ 8 മണി മുതൽ 4 മണി വരെ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. 4 മണിക്ക് ശേഷം പോകുന്നത് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ റിസ്ക് ആയിരിക്കും. ഏതായാലും കൂടി ചെല്ലുമ്പോൾ ജംഗിൾ കഫേ എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഊണ് സഹിതം എല്ലാം അത്യാവശ്യം നമുക്ക് ഭക്ഷണം കിട്ടും. അതേ രീതിയിൽ ഇതാണ് ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ജംഗിൾ കഫേയിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട്. വളരെ അത് വനംവകുപ്പ് തന്നെ അവരുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാവും. നമുക്ക് അതേപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് ഹോംലി ഊണുള്ള ഒരു വീട്ടിലെ കാഴ്ചകളാണ്. ഇതിൻ്റെ ഇടത് വശത്ത് കുറേ വീടുകളുണ്ട് കേട്ടോ. നമ്മൾ ഒരു സൈഡ് വനാണെങ്കിൽ ഏതായാലും ഞാൻ വരുന്ന വഴിക്കും കുറേ ഇത്തരത്തിലുള്ള ഹോട്ടലുകൾ കാണാം. അപ്പോൾ നല്ല നാടൻ ഫുഡ് നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റും. ഇത് അവിടുത്തെ ഒരു വീടിൻ്റെ കാഴ്ചകളാണ്. നമ്മളങ്ങനെ ഫെൻസ് ചെയ്തേക്കണമുണ്ടോ അവിടെ മിക്കവാറും മരങ്ങളുടെ ഇടയിലൂടെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ കാരണം ആന ഉണ്ടാവും. വന്യമൃഗങ്ങളുടെ ശല്യം നല്ല രീതിയിലുണ്ട്. പ്രത്യേകിച്ചും ആനയുടെ ഒരു ശല്യം എന്ന് പറയാൻ പറ്റില്ല. അവർക്കാണ് ശരിക്കും നമ്മൾ ശല്യമാവുന്നത്. എന്തായാലും ഇത് നമ്മൾ ഏറ്റവും നല്ല പ്രത്യേകമായിട്ട് ഈ ഫെൻസിങ് ഉണ്ടോ നല്ല രീതിയിൽ ഫെൻസ് ചെയ്തിട്ടുണ്ട്. ആനയുടെ പടമൊക്കെ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാണിയേലി പോരിലേക്ക് ചെല്ലുമ്പോഴുള്ള കാഴ്ചകൾ. അപ്പോൾ തൽക്കാലം ഈ വീഡിയോയിലെ കാഴ്ചകൾ അതിമനോഹരമായിട്ടുള്ള കുറേ വനത്തിൻ്റെ കാഴ്ചകളോടുകൂടി ഞാൻ ഈ വീഡിയോയിലെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും പോരിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇത്തരത്തിലുള്ള ബോർഡ് എല്ലായിടത്തും ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം പാലിച്ച് വേണം നമുക്ക് ഇങ്ങോട്ട് ചെല്ലാനായിട്ട്. ഇത്തരത്തിലുള്ള സ്ഥലത്തുകൂടി നമുക്ക് കുറച്ചുകൂടി ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം പോയാൽ ഇനി നമ്മൾ പുഴയുടെ കാഴ്ചകളായിരിക്കും. തൽക്കാലം ഇവിടെ നിർത്തുന്നു. അപ്പോൾ ഗുഡ് ബൈ. നാളെ കാണാം പുതിയ വീഡിയോയുമായിട്ട്. ഗുഡ് ബൈ.